ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ഒരു സെക്കൻഡ്, നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിയെ ഒന്ന് മനസ്സിലോർത്തേ. നിങ്ങളുടെ എല്ലാ സങ്കടവും സന്തോഷവും പങ്കുവയ്ക്കുന്ന, കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ആ ഒരാൾ മനസ്സിൽ വന്നോ? എങ്കിൽ നമുക്ക് അവിടെ തന്നെ നിൽക്കട്ടെ. വീഡിയോ തീരുന്നവരെ മാറ്റരുത്. കാരണം നമ്മൾ ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സത്യമുണ്ട്. നമ്മുടെ ജീവനായി കാണുന്ന പലർക്കും നമ്മളോട് തിരിച്ച സ്നേഹം കാണില്ല. ചിലപ്പോൾ നിങ്ങൾ അവർക്ക് വെറുമൊരു സൗകര്യം മാത്രമായിരിക്കും. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉള്ളത് കൊണ്ടോ നിങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുള്ളത് കൊണ്ടോ മാത്രം കൂടെ നിൽക്കുന്നവർ. ഈ വീഡിയോയിൽ അങ്ങനെയുള്ളവരുടെ 7 ലക്ഷണങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഇതിൽ പലരും കാണാതെ പോകുന്ന, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് മിസ് ചെയ്യാതെ കാണണം. ചിലപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിലുള്ള ആ ആളെ നിങ്ങൾ കാണുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധം പഴയതിനേക്കാൾ സ്ട്രോങ് ആയേക്കാം. അല്ലെങ്കിൽ ആ ബന്ധം തന്നെ ഇവിടെ അവസാനിച്ചേക്കാം. അപ്പോൾ പോയിന്റ്സിലേക്ക് പോകല്ലേ. നമുക്ക് ഏറ്റവും സങ്കടം തോന്നുന്നൊരു കാര്യത്തിൽ തന്നെ തുടങ്ങാം. നമ്മളൊരാളെ അത്രയ്ക്ക് വിശ്വസിച്ച് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ തുറന്നു പറയും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് സംഗതി നാട്ടുകാരൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന്. നമ്മൾ അത്രയും വാല്യൂ കൊടുത്ത് പറഞ്ഞ രഹസ്യങ്ങൾ അവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പറയാനുള്ള വെറും കഥകൾ മാത്രമായിരിക്കും. നമ്മുടെ വിഷമങ്ങൾ അവർക്ക് വെറും ഗോസിപ്പ്. ഇനി നമ്മളിതൊന്ന് പോയി ചോദിച്ചാലോ, ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ നല്ല നാന്തരം അഭിനയം അങ്ങ് കാണിച്ചു. അത് കേൾക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യം തോന്നും. എന്തിനാ ഇവരോടൊക്കെ ഇത് പറയാൻ പോയതെന്ന് ഓർത്ത്. ശരിക്കും ആലോചിച്ച് നോക്കിയേ, ഒരു നല്ല ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെ ഇല്ലാത്ത സമയത്തും നമ്മുടെ പേര് ചീത്തയാവാതെ നോക്കുന്നവരാണ്. പക്ഷേ ഈ ടൈപ്പ് ആളുകളുണ്ടല്ലോ, അവർ നമ്മുടെ വിശ്വാസം വിറ്റിട്ടാണ് മറ്റുള്ളവരുമായി അടുപ്പമുണ്ടാക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ? ഇത്രയൊക്കെ ബാക്കി കൂടെ ചെയ്തിട്ടും പിറ്റേന്ന് നമ്മളെ കാണുമ്പോൾ ഇതൊന്നും അറിയാത്ത പോലെ അവർ ചിരിച്ചുകൊണ്ട് വരും. ആ ചിരിയാണ് സത്യത്തിൽ ഏറ്റവും ഡേഞ്ചറസ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇതൊന്നും ആലോചിച്ച് നോക്കിയേ. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവർ നിങ്ങളുടെ കൂടെ നിൽക്കാറുണ്ടോ? അതോ പതുക്കെ സ്കൂട്ടാവാറുണ്ടോ? ഈ ഫേക്ക് ഫ്രണ്ട്സിനൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് നമ്മളെ തള്ളി പറയാൻ ഒരു മടിയുമില്ല. എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിങ്ങളെ ബ്ലെയിം ചെയ്യും, നിങ്ങളെ നാണം കെടുത്തും. എന്തിന്? അവരുടെ തലയിൽ വരാതിരിക്കാൻ ആ തെറ്റൊക്കെ നിങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനും അവർക്ക് മടിയുണ്ടാവില്ല. കാരണം അവരുടെ മൈൻഡിൽ ഒരു കാര്യമേ ഉള്ളൂ, അവർക്ക് ഒരു പോറൽ ഏൽക്കരുത്. അതിന് നിങ്ങളെ നഷ്ടപ്പെട്ടാലും അവർക്കൊരു ചുക്കുമില്ല. ഇതിനെ സൗഹൃദം എന്നല്ല വിളിക്കേണ്ടത്. സ്വന്തം കാര്യം നോക്കാൻ മറ്റുള്ളവരെ ചതിക്കുക എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ ബലിയാടാക്കി അവർ സുഖമായിട്ട് അങ്ങ് രക്ഷപ്പെടും. സങ്കടം വരുമ്പോൾ കൂടെ നിൽക്കാത്ത ഒരാൾ സന്തോഷം വരുമ്പോൾ മാത്രം കൂടെ ഉണ്ടായിട്ട് എന്ത് കാര്യമുള്ളത്, അല്ലേ? നമ്മൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ തിരക്കുകളുണ്ടാവും, അല്ലേ? അത് സ്വാഭാവികമാണ്. പക്ഷെ എങ്ങനെ തിരക്ക് നോർമലാണോ? ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു പ്ലാൻ ഇടുന്നു, അത് നടക്കാൻ വേണ്ടി കട്ട വെയിറ്റിങ്ങിലാണ്. എന്നാൽ കറക്റ്റ് ആ സമയത്ത് ഒരു മെസ്സേജ് വരും, സോറിടാ എനിക്ക് വരാൻ പറ്റില്ല. ഇതൊരു തവണയല്ല, 2 തവണയല്ല, ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും ഇത് വെറും തിരക്കല്ലെന്ന്. സത്യത്തിൽ അതൊരു മെസ്സേജാണ്, അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് അത്രയേ സ്ഥാനമുള്ളൂ എന്ന്. കാരണം ആലോചിച്ച് നോക്കിയേ, നമുക്കൊരാൾ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിലും അവരത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തില്ലേ? പക്ഷേ ഇവിടെ നിങ്ങൾ അവർക്കൊരു ഓപ്ഷൻ മാത്രമാണ്. വേറെ ആരെയും കിട്ടിയില്ലെങ്കിൽ മാത്രം കൂടെ കൂട്ടാനുള്ള ഒരാൾ. ഇങ്ങനെയുള്ള ഒരാളെയാണോ നിങ്ങൾ ഇപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്? ഈ 4ാമത്തെ കാര്യം അത്ര വലിയ ബഹളമൊന്നും ഉണ്ടാക്കില്ല, പക്ഷെ അത് നമ്മളെ ഉള്ളിൽ തറയ്ക്കും. പിന്നെ ഒരു വല്ലാത്ത നീറ്റിലാണ്. നമ്മളറിയാതെ തന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടി ഒരു പ്ലാൻ ഇടുന്നു. അവരെല്ലാവരും കൂടി പുറത്തു പോകുന്നു, ഫോട്ടോ എടുക്കുന്നു, ഫുഡ് കഴിക്കുന്നു, അടിച്ചു പൊളിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എപ്പോഴെങ്കിലും സോഷ്യൽ മീഡിയയിൽ മറ്റു ഫോട്ടോ കണ്ടോ അല്ലെങ്കിൽ വേറെ ആരും പറഞ്ഞിട്ടോ ഇത് അറിയുന്നത്. അപ്പോഴത്തെ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം ഫ്രണ്ട് സർക്കിളിൽ തന്നെ നമ്മൾ ഔട്ട്സൈഡർ ആയി എന്ന് തോന്നുമ്പോഴുള്ള ആ വിഷമം. നമ്മൾ സ്വയം ചോദിച്ചു തുടങ്ങും, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, എന്നെ എന്തായാലും വിളിക്കായിരുന്നത് എന്ന് നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷേ സത്യം അതല്ല. നമ്മളെ ശരിക്കും ഇഷ്ടമുള്ളവർ നമ്മളൊരിക്കലും മറക്കില്ല. അവർ നമ്മളെ കൂടെ കൂട്ടും. പക്ഷേ ഈ ഫേക്ക് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും ഗുണമോ അല്ലെങ്കിൽ സെൽഫിഷായ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. അല്ലാത്തപ്പോൾ നമ്മൾ വെറും എന്താ പറയുന്നത്, പുറമ്പോക്കാണ്. നമ്മളെ വേണ്ടാത്തവരുടെ ഇടയിൽ നമ്മൾ എന്തിനെങ്ങനെ ഒട്ടി നിൽക്കാൻ നോക്കുന്നത്? ഈ 5ാമത്തെ കാര്യം ശ്രദ്ധിച്ച് നോക്കിയേ. ഇതിലൊരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. കുറേ കാലം ഒരു വിവരവും ഉണ്ടായില്ല, വിളിക്കില്ല, മെസ്സേജ് അയക്കില്ല, നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നോക്കില്ല. പക്ഷേ പെട്ടെന്നൊരു ദിവസം ഇതാ വരുന്നൊരു മെസ്സേജ് അല്ലെങ്കിൽ കോള്. എന്താണ് കോള്? മച്ചാൻ അല്ലെങ്കിൽ ബ്രോ ഒരു ചെറിയ ഹെൽപ്പ് വേണമായിരുന്നു. അത്രയേ ഉള്ളൂ. അവിടെ ഒരു സുഖമാണോന്നോ എന്തൊക്കെയുണ്ട് വിശേഷമെന്നോ ഒന്നും ഉണ്ടാവില്ല. കാരണം അവരെ സംബന്ധിച്ച് നിങ്ങളൊരു സുഹൃത്തല്ല, ഒരു മനുഷ്യൻ പോലും അല്ല.
പകരം അവരുടെ ഒരു ആവശ്യം നടക്കാനുള്ള ഒരു ടൂള് മാത്രമാണ് നിങ്ങൾ. അവരുടെ കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ പഴയപടി തന്നെ, ആളെ പിന്നെ കാണാനേ കിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒരാളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ അവർ ചോദിക്കുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് സഹായിക്കുന്നത്. പക്ഷേ ആ സ്നേഹത്തെ അവർ വെറും യൂസ് ചെയ്യുകയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. യഥാർത്ഥ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലാത്തപ്പോഴും കൂടെ നിൽക്കുന്നവരാണ്. പക്ഷേ ഇക്കൂട്ടർക്ക് നിങ്ങളെക്കാൾ വലുത് അവരുടെ സ്വാർത്ഥതയാണ്. ഇങ്ങനെയുള്ളവരെ നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ആറാമത്തെ കാര്യം ഉണ്ടല്ലോ, അത് തിരിച്ചറിയാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും ഡേഞ്ചറസ് എന്ന് പറയുന്നത്. ഇവർ നമ്മളെ പുകഴ്ത്തുന്നത് കേട്ടാൽ പുറമേ നല്ലതാണെന്ന് തോന്നും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു നീറ്റൽ വരും. ഉദാഹരണത്തിന്, നീ ഇത് ഇത്ര നന്നായി ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ, അല്ലെങ്കിൽ നിന്നെ കാണുന്ന എന്ത് ലുക്കാം, എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ട് നിനക്ക് എന്നൊക്കെ അവൻ പറയുക. കേൾക്കുമ്പോൾ നല്ല കാര്യം തോന്നും അല്ലേ? പക്ഷെ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് നിങ്ങളെ അഭിനന്ദിക്കുന്നതല്ല, മറിച്ച് സ്നേഹം അഭിനയിച്ച് നിങ്ങളെ ഇൻഡയറക്റ്റ് ആയിട്ട് താഴ്ത്തി കെട്ടുന്നതാണ്. ഇങ്ങനെയുള്ള ഫേക്ക് ഫ്രണ്ട്സ് നിങ്ങളെ നേരിട്ട് കുറ്റം പറയില്ല, പകരം ഇതുപോലുള്ള ചെറിയ ചെറിയ വർത്തമാനങ്ങളിലൂടെ നിങ്ങളുടെ കോൺഫിഡൻസ് പതുക്കെ പതുക്കെ ഇല്ലാതാക്കും. നമ്മളത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവർ പറയുന്നതാണ് ശരിയെന്ന് നമ്മൾ വിശ്വസിച്ച് തുടങ്ങും. കാരണം നമ്മൾ നമ്മളെ തന്നെ സംശയിക്കാൻ തുടങ്ങും. ശരിക്കും നമ്മളെ ഇഷ്ടമുള്ള ഒരാൾ നമ്മുടെ സന്തോഷത്തിൽ ഇങ്ങനെയാണ് കൂടെ നിൽക്കുക? ഒരിക്കലും അല്ല. ഇനി അവസാനത്തെ കാര്യം, ഇതൊന്ന് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം നമ്മൾ പലരും ഇത് എന്നും അനുഭവിക്കുന്ന ഒന്നാണ്. നിങ്ങൾ തമ്മിലുള്ള വർത്തമാനങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. അവർ ശരിക്കും നിങ്ങൾ പറയുന്നത് കേൾക്കാറുണ്ടോ? അതോ നിങ്ങൾ അവർ പറയുന്നതെല്ലാം റേഡിയോ കേൾക്കുന്ന പോലെ കേട്ടിരിക്കാറാണോ? എന്ത് വിഷയം പറഞ്ഞാലും അത് കറങ്ങി തിരിഞ്ഞ് അവരിലെത്തും. അവരുടെ പ്രശ്നങ്ങളും അവരുടെ ലൈഫ്, അവരുടെ മാത്രം കഥകളും. ഇനി എപ്പോഴെങ്കിലും നിങ്ങളുടെ ഒരു വിഷമം പറയാൻ തുടങ്ങിയാലോ, അപ്പം തന്നെ അവർക്ക് താല്പര്യം പോകും. ഒന്നുകിൽ ഫോൺ എടുത്ത് നോക്കും, അല്ലെങ്കിൽ ആ വിഷയം മാറ്റും. അപ്പോഴാണ് നമ്മൾ ആ കയ്പുള്ള സത്യം തിരിച്ചറിയുന്നത്. അവിടെ നമുക്കൊരു വിലയുമില്ല, നമ്മൾ വെറും ഒരു കേൾവിക്കാരൻ മാത്രമാണ്. നമ്മുടെ ഉള്ളിലെ സങ്കടം കേൾക്കാനോ മനസ്സിലാക്കാനോ അവിടെ ആരുമില്ല. സത്യത്തിൽ സൗഹൃദം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ഉണ്ടാവേണ്ട ഒന്നാണ്, കൊടുക്കൽ വാങ്ങലുകൾ പോലെ. പക്ഷേ ഈ ഫേക്ക് ഫ്രണ്ട്സിൻ്റെ കാര്യത്തിൽ അതെപ്പോഴും വൺ സൈഡ് മാത്രമായിരിക്കും. നിങ്ങൾ കൊടുക്കും, അവരത് വാങ്ങിക്കൊണ്ടേയിരിക്കും. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് ഒരു മുഖം മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞില്ലേ, ആ മുഖം ഇപ്പോഴും അവിടെ ഉണ്ടോ? അതോ ഈ 7 കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ആ മുഖം പതുക്കെ മങ്ങാൻ തുടങ്ങിയോ? സത്യം പറഞ്ഞാൽ ഈ ഫേക്ക് ഫ്രണ്ട്സ് ഒന്നും കാണാത്ര വലിയ വില്ലന്മാരൊന്നും ആയിരിക്കില്ല. അവർ നമ്മളെപ്പോലെ തന്നെ സാധാരണക്കാരായിരിക്കും, പെരുമാറ്റം വളരെ നോർമലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ നമ്മുടെ ലൈഫിൽ നിന്ന് വിട്ട് കളയാൻ മടിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ ലക്ഷണങ്ങളൊന്നും കാണാത്തത് കൊണ്ടല്ല അവരെപ്പോഴും കൂടെ കൂട്ടുന്നത്, മറിച്ച് ആ സത്യം അംഗീകരിക്കാൻ നമ്മുടെ മനസ്സിന് പേടിയുള്ളത് കൊണ്ടാണ്. നമ്മൾ അത്രയ്ക്ക് സ്നേഹിക്കുന്ന ഒരാൾ നമ്മളെ വെറും യൂസ് ചെയ്യുകയാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ അവരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കും. പക്ഷെ ഒരു കാര്യം ഓർക്കുക, നമ്മളെ വാല്യൂ ചെയ്യാത്ത ഒരാൾക്ക് വേണ്ടി നമ്മുടെ മനസ്സ് പണയം വയ്ക്കുന്നത് നമ്മളോട് തന്നെ ചെയ്യുന്ന വലിയൊരു ചതിയാണ്. ആ ലക്ഷണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് കണ്ടില്ലെന്ന് നടിക്കരുത്. കാരണം നിങ്ങളുടെ സമാധാനമാണ് മറ്റാരേക്കാളും വലുത്. ഈ വീഡിയോയിലെ ഓരോ പോയിന്റ് പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരാളുടെ മുഖം വന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ വിട്ടുകളയരുത്. കാരണം ആ സത്യം നിങ്ങളുടെ മനസ്സിന് പണ്ടേ അറിയാം, നമ്മളത് സമ്മതിച്ചു കൊടുക്കാൻ മടിക്കുന്നതുകൊണ്ടാണ്. അതെ, ഇത് കേൾക്കുമ്പോൾ നല്ല വിഷമം തോന്നും, ഉള്ളിലൊരു നീറ്റിലൊക്കെ വരും. പക്ഷേ ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പിൽ ഇങ്ങനെ അഭിനയിച്ച് മുന്നോട്ട് പോകുന്നത് കാലം കഴിയുന്നതോറും നിങ്ങളെ കൂടുതൽ വേദനിപ്പിക്കുകയുള്ളൂ. അതൊരു തരം ഇഞ്ചിഞ്ചായുള്ള മരണം പോലെയാണ്. നിങ്ങളെ ബഹുമാനിക്കുന്ന, എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന, നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മനുഷ്യരെയാണ് നിങ്ങൾ അർഹിക്കുന്നത്, അല്ലാതെ സ്നേഹം അഭിനയിക്കുന്നവരല്ല. നിങ്ങൾ യൂസ് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനം ഉണ്ടാകരുത്. അതുകൊണ്ട് ആ മനസ്സ് പറയുന്നത് കേൾക്കൂ. സ്വന്തം സമാധാനത്തേക്കാൾ വലുതല്ല മറ്റൊന്നും. ചിലപ്പോൾ ചില ബന്ധങ്ങൾ മുറിച്ചു മാറ്റുന്നത് വേദനയുള്ള കാര്യമായിരിക്കും. പക്ഷെ അത് നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണെങ്കിൽ അത് ചെയ്തേ പറ്റൂ. ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ മനസ്സിൽ ആരുടെയെങ്കിലും മുഖം വന്നോ ഉണ്ടെങ്കിൽ അത് ആരുടേതാണെന്ന് പറയണ്ട. പക്ഷേ ഏത് പോയിൻ്റാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടതെന്ന് ആ നമ്പർ മാത്രം ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.